ഹായ്! വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാനും സോനുമോളും കൂടി ദുബായ് മാളിക്കൊന്ന് പോയതാട്ടോ. അവിടെ എത്തി ഞങ്ങൾ. കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ആ ഷോപ്പിലൊക്കെ ഒന്ന് ഒന്ന് കയറി അതിനൊക്കെ നടന്നു. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോഴാണ് അവിടെ ഒരു ഹൗസ് ഓഫ് ഹൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ നമുക്ക് അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് അവിടേക്കുള്ള വഴിയൊന്നും ശരിക്കും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളതൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. എന്നിട്ട് ഞങ്ങൾ നേരെ ഹൗസ് ഓഫ് ഹൈപ്പിലെത്തി. അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ അവിടെ. നമ്മൾ ഈ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ നല്ലൊരു രസമായിരുന്നു. ഒരുപാട് ലൈറ്റ്, മ്യൂസിക്, അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. സ്ക്രീനിൽ ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ മാറി മാറി വരും. അതിനനുസരിച്ച് മ്യൂസിക് വരും, ലൈറ്റുകൾ ഇങ്ങനെ മാറി മാറി വരും. കുറേ വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക അനുഭവമായിരുന്നു കേട്ടോ അത്. അതെന്തായാലും ഒരു ഹൗസ് ഓഫ് ഹൈപ്പ് എന്ന് പറയുന്നത് അടിപൊളി പേര് തന്നെയാണ്. ഒരു ഹൈപ്പ് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അവിടെ കുറേ നേരം ഞങ്ങൾ അതിന് ചുറ്റി നടന്നു കേട്ടോ. അവിടെ നടന്ന് അവിടുത്തെ കുട്ടികൾ ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തന്നു. നല്ല രസമായിരുന്നു. ഓരോ സ്ഥലത്തുനിന്ന് ഫോട്ടോ എടുക്കുമ്പോഴും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ സൈഡിൽ കൂടെ പോയപ്പോൾ വേറൊരു റൂമിലാണ് അവിടെ ഒരു ഓട്ടോ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഓട്ടോയിൽ കയറിയിരുന്നു. ആ സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും ഓട്ടോ ഇങ്ങനെ മൂവ് ചെയ്യണ പോലെ തോന്നി കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിലും അതെ, ഒരുപാട് ലൈറ്റും മ്യൂസിക്കും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ഒരു ഗ്രീൻ കളർ റൂമിലേക്കാട്ടോ. അവിടെ ഒരാൾ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ട സോങ് ഏതാച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്തോ, അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഡാൻസ് ചെയ്താൽ സ്ക്രീനിൽ നിങ്ങളുടെ ഡാൻസ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇലുമിനാറ്റി ഡാൻസൊക്കെ ഇട്ടു. ഇങ്ങനെ ഡാൻസ് ചെയ്തു. ഡാൻസ് ചെയ്തപ്പോൾ അവർ നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു തരും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം സോനമോൾ ആദ്യം ഡാൻസ് ചെയ്തു, പിന്നെ ഞാൻ ചെയ്തു. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും അവളെ ജോയിൻ ചെയ്യാൻ വിളിച്ചു. അങ്ങനെ ഞാനും സോനമോളും കൂടി മിക്സായി രണ്ടാളും കൂടി ഡാൻസ് കളിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ. സ്ക്രീനിൽ അത് നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു. അതിൽ നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ അപ്പോൾ അവർ നമുക്ക് എടുത്തു തരും. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് ഡാൻസൊക്കെ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും വേറൊരു റൂമിലേക്ക് ഞങ്ങൾ പോയി. അങ്ങനെ ഡാൻസൊക്കെ കളിച്ചതിന് ശേഷം ഞങ്ങൾ വേറൊരു റൂമിലേക്ക് പോയിട്ടോ. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ചെറിയ ചെറിയ പൂക്കളുടെ ഒരു വിസ്മയമായിരുന്നു കേട്ടോ. നമ്മുടെ മേലേക്ക് ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ വാരി വിതരണ പോലെ നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് പൂക്കൾ മഴ എന്നൊക്കെ പറയില്ലേ, അതേപോലെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സോനുമോൾക്ക് അവിടെ നല്ല ഇഷ്ടമായി. ആളവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ വീണ്ടും വേറൊരു റൂമിലേക്ക് പോയി. അവിടെ ഒരുപാട് റൂമുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ റൂമിലും വെറൈറ്റി വെറൈറ്റി ലൈറ്റുകളും മ്യൂസിക്കുകളും ഒക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ വേറൊരു റൂമിലോട്ട് ചെന്നപ്പോൾ അവിടെ വേറെ ഒരുപാട് തരത്തിലുള്ള ലൈറ്റായിരുന്നു. അവിടെ നമുക്ക് ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല മ്യൂസിക്കും ലൈറ്റും, ലൈറ്റിൻ്റെ ഷെയ്ഡ് ഇങ്ങനെ മാറി മാറി വരും. നല്ല ഭംഗിയുള്ളൊരു റോസ് കളറുള്ള ലൈറ്റായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഓരോ റൂമിൽ ചെല്ലുമ്പോഴും വെറൈറ്റി അനുഭവമായിരുന്നു കേട്ടോ. നല്ല വെറൈറ്റി ലൈറ്റുകൾ, മ്യൂസിക്കുകൾ, നല്ല രസമുണ്ടായിരുന്നു. മഞ്ഞ, ചുവപ്പ്, നീല, ഒരുപാട് ലൈറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ആ ലൈറ്റിനനുസരിച്ച് നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ പിന്നെ അതുപോലെ കുറേ ഗെയിമുകൾ ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ കുറച്ച് ഗെയിമിലൊക്കെ കളിച്ചു. പിന്നെ ഞങ്ങൾ ഗെയിമിലൊന്നും അധികം എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ല. ഞങ്ങളിങ്ങനെ കുറേ ലൈറ്റിൻ്റെയൊക്കെ കണ്ടിട്ട് നടന്നു. ഒരുപാട് നല്ല രസമുണ്ടായിരുന്നു. വെറൈറ്റി ആയിരുന്നു കേട്ടോ. ഓരോ റൂമിൽ ചെല്ലുമ്പോഴും വെറൈറ്റി തരത്തിലുള്ള എന്തെങ്കിലും ഒരു ലൈറ്റുകളുടെ ഒരു വെറൈറ്റി ആയിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് വലിയൊരു ഹാളിലേക്കായിരുന്നു കേട്ടോ. അവിടെ അതേപോലെ ഒരുപാട് ലൈറ്റുകൾ ഇങ്ങനെ മാറി മാറി ഉണ്ടായിരുന്നു. ഒരു പാലം പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അതിൻ്റെ മുകളിലൊക്കെ കയറി കുറേ നടന്നു. സൈഡിൽ കൂടെയൊക്കെ നമുക്കിങ്ങനെ ചുറ്റി നടക്കാം. ചുറ്റി നടന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം, ഫോട്ടോസ് എടുക്കാം, അതൊക്കെ ചെയ്യാം. അതിനുശേഷം പിന്നെ ഞങ്ങൾ പോയത് ഒരു മിറർ ഹൗസിലാട്ടോ. ഒരു റൂമിൽ നിറയെ മിറർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയാണ് മിറർ, എവിടെയാണ് അതിൻ്റെ ഓപ്പൺ എവിടെയാണെന്ന് നമുക്ക് തപ്പി പിടിക്കാൻ കുറേ നേരം എടുത്തു കേട്ടോ.
ഞങ്ങൾ അതിനൊക്കെ കുറേ നേരം നടന്നതിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലായത് ഏതാണ് മിറർ ഏതാണ് ഓപ്പൺ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറേ നേരം ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്തു, കുറേ നടന്നു. സോനുമോളും അതെ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവൾ അവിടുന്ന് കുറേ മിറർ സെൽഫിയൊക്കെ എടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവിടുന്ന് മിറർ സെൽഫി എടുക്കാൻ. അങ്ങനെ അവിടെ അധികം ലൈറ്റൊന്നും അധികം ഉണ്ടായിരുന്നില്ലെങ്കിലും അവിടെ നിറയെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ AI ഉപയോഗിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കുറച്ച് വെറൈറ്റി ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ വേറെ റൂമിലേക്കാണ് പോയത്. അവിടെ ഒരു അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു ചെന്ന പോലെ കുറേ ബോളൊക്കെ ഇട്ടിട്ട് റൂമായിരുന്നു. കുറച്ച് ആഴുണ്ടായിരുന്നു, എന്നാലും നമ്മൾ അവിടേക്ക് ഒരു കോണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ ഇറങ്ങിയതിന് ശേഷം ആ ബോളിൻ്റെ മുകളിലൂടെ നമുക്ക് ചാടി കളിക്കാം. നല്ല രസമായിരുന്നു കേട്ടോ. ഞാനും സോനുമോളും കൂടിയിട്ട് കുറച്ച് ബോളൊക്കെ എറിഞ്ഞ് കളിച്ചു. ബോള് നമ്മുടെ മേലേക്കിട്ട് ഇങ്ങനെ വരുന്നത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ ഇഷ്ടം പോലെ കളിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ എക്സ്പ്ലോർ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പതുക്കെ അവിടുന്ന് കോണിയൊക്കെ പിടിച്ച് പതുക്കെ ഞങ്ങളൊന്ന് കയറി മുകളിലേക്ക് വന്നു. അപ്പോഴാണ് ഞങ്ങൾ മുകളിലേക്ക് എത്തിയപ്പോഴാണ് അവിടെ ഡാൻസ് പരിപാടി നടക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ ഡാൻസ് പരിപാടി കാണാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ കൂടി നിന്ന് കുട്ടികളൊക്കെ കൂടിയിട്ട് അവർ ഡാൻസ് കളിക്കാൻ വിളിച്ചു. അപ്പോൾ അങ്ങനെ സോനുമോളും പോയിട്ട് കളിച്ചു. കുറേ നേരം അവിടെ ഡാൻസൊക്കെ കളിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ. അവർ ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കുട്ടികൾ ഡാൻസ് കളിക്കുന്നത് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾ അവിടെ കുറേ നേരം ഡാൻസൊക്കെ കളിച്ചു. നല്ല രസമായിട്ടുണ്ടായിരുന്നു അത്. ഡ്രസ്സിങ്ങൊക്കെ ചെയ്തവർ ഡാൻസ് കളിക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ചുറ്റും കൂടി ഉണ്ടായിരുന്ന എല്ലാവരും ഡാൻസ് കളിക്കാനൊക്കെ കൂടി. അങ്ങനെ ഒരു പ്രത്യേക വൈബായിരുന്നു അവിടെ. നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു കേട്ടോ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിച്ചാൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.